മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് അവണക്കുന്ന്. ഈ അവണക്കുന്ന് ഭാഗത്ത് ഉള്ള ഒരു ഇഫ്താറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ എല്ലാ വർഷവും ഇവിടെ ഇതുപോലുള്ള ഇഫ്താറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു പറ്റം യുവാക്കളും അതുപോലെ കുറച്ച് സുമനസ്സുകളായ വ്യക്തികളുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ഇഫ്താർ എല്ലാ വർഷവും നടന്നു വരുന്നത്. ഈ ഇഫ്താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള എല്ലാ വ്യക്തികളും ഇതിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഇഫ്താറാണ് ഇത്. ഇതിൽ മതമോ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റു ദേശമോ അതല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഒന്നും ഇല്ലാതെ എല്ലാ സംഘടനകളും എല്ലാ മതവും രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് വളരെ ഐക്യത്തോടു കൂടി നടത്തുന്ന ഒരു ഇഫ്താറാണിത്. ഇതുപോലത്തെ ഒരു ഇഫ്താർ മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും ഇവിടുത്തെ യുവാക്കൾ ഇത്രത്തോളം സഹകരിച്ച് എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സഹകരിച്ച് എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഇഫ്താർ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലും ഇപ്പോൾ കുറച്ച് ആൾ കൂടുതലുണ്ട് ഇപ്രാവശ്യം. അങ്ങനെ ഓരോ വർഷവും ആളുകൾ കൂടി വരുന്നുണ്ട്. ഈ ഇഫ്താർ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ട്. അതിന് പ്രത്യേക കാരണം ഇവിടെ ആരെയും നിയന്ത്രിക്കാനൊന്നും ഇല്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരാളിങ്ങനെ നിർദ്ദേശിക്കുക, നീ അത് ചെയ്യേ, നീ അത് ചെയ്യേ, നീ ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് ഇവിടെ നിർദ്ദേശിക്കാനൊന്നുമില്ല. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്യുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ ഉള്ളത്. ചെറുപ്പക്കാരെല്ലാവരും മുന്നോട്ട് വന്ന് എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ട് സഹകരിച്ച് വളരെ സന്തോഷത്തിൽ ആണ് ഈ ഒരു ഇഫ്താർ നടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒന്നും ചെയ്യാനില്ലാതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫുള്ള് ആളാണ്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ കുറച്ച് ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ കാരണന്മാർ ഒക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പോൾ തന്നെ ഏതാണ്ട് നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഇരിക്കുന്ന ആളുകളെയൊക്കെ എല്ലാവരെയും വിളിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് അവർ ആനയിക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ കുറേ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് ആളുകൾക്ക് സീറ്റ് ഇല്ലാതെ തന്നെ വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ ഇഫ്താർ ഇതുപോലെ വളരെ സൗഹൃദമായിട്ട് ഇവർക്ക് ഈ ഇതിൻ്റെ സംഘാടകർക്ക് ഇനിയും നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സംഘാടകർ പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് സംഘാടകരൊന്നുമില്ല, അങ്ങനത്തെ ഒരു കമ്മിറ്റിയോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ ആണ് ഇതിന് മുൻകൈയിട്ട് എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവരെ കൊണ്ട് കഴിയുന്നൊരു സഹായം അതിലേക്ക് സംഭാവന ചെയ്യുകയും പിന്നെ ഈ നാട്ടിൽ കുറച്ച് സുമനസ്സുകളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ഇഫ്താർ ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഏരിയയിലുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും, കാരണന്മാർ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ, അതുപോലെ ടീനേജ്, അതുപോലെ എല്ലാ പ്രായത്തിലുള്ളവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ അണിനിരത്തുന്നുണ്ട്. അപ്പം പുറക്കുള്ള ടൈമാണ്. അപ്പോൾ പലരും കുറച്ചൊക്കെ മൊബൈലിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ യുവതലമുറയാണ്. ഇപ്പോൾ അടുത്ത 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരായിരിക്കും ഇതിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടത്തുന്നവരൊക്കെ ഗാലറിയിലേക്ക് മാറും. അപ്പോൾ അത്ര ഒരു സൗഹൃദമാണ് ഇവിടെ നടക്കുന്നത്.
ഇവിടെ കുറച്ച് ഏരിയ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ കുട്ടികൾ ഒരു 10-15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയിട്ടാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അവരുടേതായ തമാശകളും ചിരികളും കളികളും ഒക്കെ ആയിട്ട് അവരുടെ ലോകത്താണ്. ഇതൊക്കെയാണ് അവിടുത്തെ സമൂഹ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ.